ഞാൻ ഗെയിലിന്റെ കാര്യമാണ് അല്ല, ഞാനിതുകൊണ്ട് പറയാം. ഗെയിലിന്റെ കാര്യത്തിൽ ഞാൻ വിസ്തരിച്ചതാണ്. ഗെയിലിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഈ രാജേഷിന്റെ മണ്ഡലത്തിനടുത്ത് എവിടെയോ വാതക പോകുമ്പോൾ പറഞ്ഞ് ഞാൻ പ്രസംഗിക്കുന്ന നോട്ടീസ് വരും. ഞാൻ ഇതുവരെ പോകാത്ത സ്ഥലമാണ് ഏതൊരു സ്ഥലം. ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും അവരുടെ ഭൂമിയെക്കാളും വിലയാണ് ലാഭത്തിലുണ്ടാകുന്ന ചെറിയ ഇതുമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പണ്ടത്തെ കാലമല്ല എൻ്റെ സഖാവ, പിള്ളേര് തൂക്കൂലേ? ഇമാതിരി സാധനമൊക്കെ പണ്ട് ഉണ്ടാക്കി വെച്ചത് എവിടെയെങ്കിലും കിടപ്പുണ്ടാവില്ലേ? അതൊക്കെ ഓർത്തിട്ട് വേണ്ട പറയാൻ. ഗെയിൽ ഗോ ബാക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് പൂട്ടിച്ചിട്ടുള്ളതല്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എൻ്റെ കമൻറ്റുകൾ അടിപൊളിയാണ് കേട്ടോ. കമൻറ്റുകൾ വായിച്ചു നോക്കിയോ, നൈസാണ്. കമൻറ്റ് ബോക്സ് അടിപൊളിയാണ്. പറയുകയാണേ സാറിന് നല്ല ഓർമ്മക്കുറവുണ്ട്, വലിയ ചന്ദനാദി തൈലം ബെസ്റ്റാണ്. ശരിയാണ്, മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ കുറച്ച് മുടിയുടെ കുറവുണ്ട്, കുറച്ച് ഓർമ്മശക്തിയുടെ കുറവുണ്ട്. ഇതിനു മുമ്പ് ചെയ്ത സമരങ്ങൾ ലുലു മാൾ, കൊച്ചി മെട്രോ, ആറുവരി ഹൈവേ, കണ്ണൂർ എയർപോർട്ട്, കൊച്ചി സീപ്ലെയിൻ. ശരിയാണല്ലേ, ഇവരെന്തിനൊക്കെ സമരം ചെയ്ത ആൾക്കാരാണ്. ഇപ്പം എന്നിട്ട് നവോത്ഥാനവും കേരളയിലും 20 മിനിറ്റ് കൂടുമ്പോൾ 39 ട്രെയിൻ ഇങ്ങോട്ട് വരുന്നു, പിന്നെ ഒരു 39 ട്രെയിൻ അങ്ങോട്ട് പോകുന്നു. നമ്മൾ ചെന്ന് ചോദിക്കുന്നു ആ ട്രെയിൻ പോയോ? അപ്പം പറയുന്നു ആ ട്രെയിൻ പോയി, അന്ന് അടുത്ത ട്രെയിൻ വരും. എന്തൊക്കെ പരിപാടികളാണ് കേൾക്കണാവും. എന്തായാലും കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ PR ചെയ്യാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇവർക്കെതിരെ. 5 വർഷം കൂടി നടക്കേണ്ട പരിപാടിയാണ്, ഇപ്പോൾ 10 വർഷം കൂടിയപ്പോൾ നടന്നു.